വിടല്, പൊങ്ങച്ചം, ബഡായി എന്നൊക്കെ പറയും. ഇതൊക്കെ ഈ വിടല് വിടുക, പൊങ്ങച്ചം പറയാ, ബഡായി വിടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു രോഗ. അത് ചോരയിൽ ഓടുന്ന. എത്ര വലിയവനും വിടലിടും, ഏത് വലിയവനും വിടലിടും. എത്ര കിട്ടിയാലും മതിയാവില്ല, പിന്നും വിടും. മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് വന്ന 2 കേണൽമാരുടെ വിടല്. സാറെ പേരെന്തായിരുന്നു? എൻ്റെ കേണൽ RP വർമ്മ. അതെ. ഈ ആർമിയിൽ സാർ എന്തായിട്ടായിരുന്നു? കേണലോ. ഈ ആർമിയിലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവല്ലോ. അതെ അതെ, അനുഭവങ്ങളുടെ കൈലാസമാണ്. സാറിന്റെ അനുഭവങ്ങളൊന്നും പറഞ്ഞാൽ കൊള്ളായിരുന്നു. അതായത് ഞാനുള്ളത് ഇന്ത്യ ഗേറ്റിലായിരുന്നു. ഇന്ത്യ ഗേറ്റ് 1982 അങ്ങനെ തോന്നുന്നു. അപ്പൊ അതായത് തൊട്ടടുത്ത് പാകിസ്ഥാനുണ്ട്, ഇന്ത്യ ഇവിടെയാണ്. അപ്പൊ ഞാനും മനേഷ് ഏട്ടനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കും. കരസേന മേധാവി. അതെ അതെ, ഞാൻ മനേഷ് ഏട്ടാന്ന് വിളിക്കുക. ഞാൻ ദോസ്താണ്, കമ്പനിക്കാരാണ്. ഞാൻ ഒരു പ്രാവശ്യം കണ്ടതില്ല മക്കളെ കല്യാണത്തിന് കോഴിക്കോട് അത്ര ഒരു ഇതിലാണ്, അത്ര അടുത്ത. അപ്പൊ ഞാൻ പിന്നെ മനേഷ് ഏട്ടാന്ന് വിളിക്കും, മറ്റൊരു സാറിനാണ്. അപ്പൊ നമുക്കതല്ലല്ലോ. അപ്പൊ ആരെങ്കിലും അപ്പോ ഞങ്ങള് ഒരു ടീ പോയിന്റ് മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാനും മനേഷ് ഏട്ടനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് ഞങ്ങളുടെ തലേന്റെ ഒരു 10-25 അടി മുകളിൽ കൂടെ ഒരു സാധനം. എന്താണത്? ഞാൻ മനസ്സിലായില്ല, എനിക്ക് പെട്ടെന്നാണ് മനസ്സിലായത്. പാകിസ്ഥാന്റെ യുദ്ധവിമാനമാണ് പാസ് ചെയ്തത്. യുദ്ധവിമാനം ഇന്ത്യന്റെ അതിർത്തി കഴിഞ്ഞു. അപ്പൊ മനേഷ് ഏട്ടൻ അവർക്ക് കൂടി കംപ്ലീറ്റ് പ്രശ്നമായി. വർമ്മ എന്തെങ്കിലും ചെയ്യുന്നു, ഞാൻ ഇപ്പം ബോംബ് വരും, ഇന്ത്യ തകർന്നു പോകുന്നു. ഞാൻ ഡോണ്ട് വെറി, ഐ വിൽ കീപ്. ഞാൻ അതന്നെയോട് പറഞ്ഞു, അതിന്റെ മലയാളം പറഞ്ഞു, ഞാൻ രക്ഷിച്ചു തരാം, ഡോണ്ട് വെറി എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ അവരാ വിമാനത്തിൽ ബോംബിട്ടത്. 10-60 ബോംബ് അങ്ങോട്ടിട്ട് ഞങ്ങള് കാപ്പി വെച്ചോണ്ടിരിക്കുകയാണ്. മനേഷേട്ടൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യും വർമ്മ, എന്തെങ്കിലും ചെയ്യും. ഡോണ്ട് വെറി, ഐ വിൽ കീപ്. പ്രശ്നമൊന്നുമില്ല, ബോംബ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഡോണ്ട് വെറി, നിങ്ങൾ കാപ്പി കഴിക്കുന്നത്. വരുന്നത് ലഡു ആണോ? നിങ്ങളുടെ സംസാരം കേട്ടാത്തോന്നു ചായ കഴിക്കൂ, ലഡു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചായ കഴിക്കൂ, ബോംബെ അല്ലേ വരട്ടെ. ഇത് പറയുന്നത് കേൾക്കോ? ബോംബ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചായ വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ബുദ്ധിയാണ് അവിടെ, ബുദ്ധി വർക്കൗട്ട് ചെയ്തു. കാരണം ടീ പോയിന്റ് മുകളിൽ വിരിച്ചൊരു വിരിയുണ്ട്. ഞാൻ മനേഷേട്ടാ, മനേഷേട്ട് ആ 2 വിരിന്റെ 2 തലയും കൊണ്ട് പിടിച്ചോളിന്ന് പറഞ്ഞു. ഞാൻ ഈ 2 തല ഞാനും പിടിച്ചോളാന്ന് പറഞ്ഞു. രണ്ടും ഇങ്ങനെ കുട്ടികൾ മീനിനൊക്കെ അരിച്ചു പിടിക്കൂലേ, അതേമാതിരി ബോംബ് ഇങ്ങനെ മനേഷേട്ടൻ കയ്യിലങ്ങോട്ട് കൊടുത്തു. മനേഷേട്ടൻ അപ്പോഴാണ് എനിക്ക് കീർത്തിചക്ര കിട്ടി. കീർത്തിചക്ര മരിച്ചാ കൊടുക്കണം. ചക്ര എന്തോന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ. ഇപ്പോ അദ്ദേഹത്തിന്റെ ആർമിയിലെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞു. സാറിനുണ്ടാവുമല്ലോ ഓരോ അനുഭവങ്ങള്. ഈ ജാക്കി മൂർത്തിക്ക് അനുഭവങ്ങളേ ഉള്ളൂ. സാറൊന്ന് അത് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാനും ഇതേമാതിരി തന്നെ, ഞാൻ ഈ ഇദ്ദേഹം കിടക്കുന്ന മാതിരിയുള്ള ഇന്ത്യ ഗേറ്റിന്റെ വഴിക്കൊന്നും ഞാൻ പോവില്ല. ഞാൻ കിടക്കുന്ന മുഴുവൻ സിയാച്ചിൻ മേഖലയിലാണ്. സിയാച്ചിൻ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള, ഭയങ്കര തണുപ്പാണല്ലോ അവിടെ. അവിടെ ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ വരില്ല. എനിക്കൊരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും യുദ്ധം ഉണ്ടാക്കണം, ഉണ്ടാവണം. യുദ്ധം ഇല്ലെങ്കിൽ ഉണ്ടാക്കും ഞാൻ. 2 ലോകമഹായുദ്ധങ്ങൾ എന്നെ കൊണ്ടുണ്ടായതാ. പുറത്ത് പറയണ്ട. എനിക്ക് എപ്പോഴും വെടിവെക്കണം. ആരായാലും വേണ്ടില്ല, എനിക്ക് തോക്കാദ്യമായിട്ട് തന്ന ആളെ വെടിച്ചു വന്നിട്ടുണ്ട്. നോ സ്പാർക്കിംഗ് ഈസ് സ്പീക്കിംഗ്. ആര് തരുന്നു അവനെ കൊല്ലുക, അതാണ് ഒരു ഹോബിയാണ്. അതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ധൈര്യശാലിയാണ്. ഞാൻ നമ്മുടെ കുറ്റിച്ചിറയിൽ ഒരു രഞ്ജിത്ത് കേണലായിരുന്നു. ഞങ്ങളിങ്ങനെ സിയാച്ചിൻ മേഖല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ളത്. ഞാനും കേണൽ രഞ്ജിത്തും കൂടെ നടന്നു പോകുമ്പോൾ രഞ്ജിത്ത് പെട്ടെന്ന് മഞ്ഞുകെട്ടലിൽ താണു. മരിച്ചില്ല, നോക്കുമ്പോൾ കിട്ടിയിട്ട് കാര്യമില്ല. അയാളെ ഈ ഐസിനെക്കാട്ടും കഷ്ടമായി പോയി. എത്ര മണിക്കൂർ കിടന്നു? 2.5 മണിക്കൂറാണ് ഇയാൾ മഞ്ഞുകെട്ടലിന്റെ ഉള്ളിൽ. എന്നിട്ടോ ഐസായി പോയില്ല, ഇങ്ങനെ പോയി. പക്ഷെ എന്റെ ആ ധൈര്യത്തിലുള്ള ഹാൻഡ് ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. വടീനെ പൊക്കിയിട്ട് വല്ല കാര്യം. ഞാൻ നേരെ അങ്ങനെ തന്നെ വലിയൊരു വട്ടത്തളത്തിലെ വെള്ളം നിറച്ച് അതിലോട്ട് ഇട്ടേച്ച് വെള്ളത്തിലിട്ട് 2.5 മണിക്കൂർ 2.25 മണിക്കൂറിൽ പഴയ ഫോം തിരിച്ചു കിട്ടി വെള്ളത്തിലിട്ടപ്പോ ഐസുരുക്കി പോയി. ബസ്സിലേസ് കൊടുത്തു, കുറ്റിച്ചിറയിൽ ജീവിക്കുന്നു. അതാണ് എന്റേത്. അങ്ങനെ ഞാനെന്ന് പറഞ്ഞാൽ
എപ്പോഴും വെട്ടിവെക്കണം. എനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല, രാവിലെ തന്നെ ബാക്കി അതിർത്തിയൊന്നും പ്രശ്നമില്ല, ഒറ്റ ഇറങ്ങല, ആരെ കാണുന്നോ അത് എല്ലാവരും. പിന്നെ പാകിസ്ഥാനുകാർക്ക് എന്നെ പേടിയാ. പിന്നെ പാകിസ്ഥാനും ഇന്ത്യ എന്നല്ല പറയാ, ഞാനും ഇന്ത്യ. ഒരു ദിവസം അങ്ങനെ വെട്ടിച്ച് തളർന്ന്. അപ്പൊ ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞ് മതി, ഞാനൊന്ന് കുളിച്ചാട്ടെ അറിഞ്ഞിട്ട് പാകിസ്ഥാൻ അതിർത്തിനുള്ളൊരു കുളമുണ്ട്. ആ കുളത്തിൽ ഞാനിങ്ങനെ ഡ്രിങ്കിങ് എന്താ പഴയ തളപ്പാലോചിച്ച് പല്ല് കുട്ടിയടിച്ചു അത് കുളിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോ കംപ്ലീറ്റ് പാകിസ്ഥാന്റെ റൗണ്ട് അടിച്ചു. എന്ത് ചെയ്യും? ഫുൾ നോക്കി കുഴപ്പ. ഉടനെ ഒരു എന്താ സംഭവം? 5.5 മണിക്കൂർ തുടർച്ചയായി ഫയർ ചെയ്തു. പക്ഷെ ഈ കേണൽ എനിക്കൊന്നും പറ്റില്ല. നിനക്കൊന്നും പറ്റിയില്ലേ? ഇവർ ഇത്ര നേരം ഫയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതെന്തുകൊണ്ട് പറ്റിയില്ല? ഞാൻ കുളിക്കാൻ ഇറങ്ങിയല്ലേ മിസ്റ്റർ കേണൽ, ഞാൻ എണ്ണ വെച്ചിട്ടല്ലേ നടക്കുക, എല്ലാം ഉണ്ട് സ്ലിപ്പ്. അടിക്കാല്ലേ പോയിട്ട് കമേൻ